പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിന്റെ ഡെസ്ക് ജെറ്റ് മോഡൽ പ്രിന്ററായ കനോൺ പിക്സിമ TS307 എന്ന പ്രിന്റർ ഐഫോണിൽ നിന്ന് എങ്ങനെ പ്രിന്റ് ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. മൊബൈലിൽ നിന്നും പ്രിൻറ്റ് ചെയ്യാൻ ആപ്ലിക്കേഷൻ വഴിയാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനാദ്യം നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഞാൻ ആപ്പ് സ്റ്റോർ ഓപ്പൺ ചെയ്തു. അവിടെ സെർച്ച് ക്ലിക്ക് ചെയ്തുകൊണ്ട് കനോൺ പ്രിൻ്റർ ആപ്പ് എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് പേര് കാണാൻ സാധിക്കും, കനോൺ പ്രിൻ്റ് പറഞ്ഞ കനോൺ പ്രിൻ്റ് ഇങ്ക്ജെറ്റ് ബാർ സെൽഫി പറഞ്ഞത്. അപ്പോൾ അത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ പ്രിൻ്ററിൻ്റെ വൈഫൈ ഡയറക്റ്റ് എനേബിൾ ആയിരിക്കണം. അതേപോലെ പ്രിൻ്ററിൻ്റെ വൈഫൈ ഡയറക്റ്റിൻ്റെ പാസ്വേഡും അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ കണക്റ്റ് ആവുകയുള്ളൂ. ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ ആ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ എഗ്രി കൊടുക്കണം. പിന്നെ പെർമിഷൻ സെറ്റ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് ഈ ഒരു പോർഷനിൽ എത്തുന്ന സമയത്ത് സെർച്ച് പറഞ്ഞ ഇവിടെ എത്തുന്ന സമയത്ത് ഇനി ചെയ്യാനുള്ളത് നമ്മൾ മൊബൈലിൻ്റെ വൈഫൈ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യണം. ഇപ്പോൾ സെറ്റിങ്സ് പോകുന്നു, വൈഫൈ എടുക്കുന്നു. അതിൽ നമ്മൾ പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ടാവും സെർച്ച് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അത് ജസ്റ്റ് കണക്റ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈഫൈ ഡയറക്റ്റ് എനേബിൾ ആണെങ്കിൽ മാത്രമേ ഇവിടെ പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുകയുള്ളൂ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് ചോദിക്കും. അപ്പോൾ പാസ്വേഡും അറിഞ്ഞിരിക്കണം. അപ്പോൾ അതെങ്ങനെ ചെയ്യില്ല എന്നുള്ളത് ഞാൻ മുമ്പ് വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കണക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് കണക്റ്റ് ആയിട്ടുണ്ടാവും. ഇനി തിരിച്ച് നമ്മൾ നേരത്തെ കണ്ട പൊസിഷനിലേക്ക് വരിക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു. അതിൽ നമ്മൾ നേരത്തെ കണ്ട പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി സെർച്ച് എന്നുള്ളത് കൊടുക്കുന്നു. അപ്പോൾ ഒരു 2 മിനിറ്റ് സമയം വേണ്ടി വരും. അതിൻ്റെ ഉള്ളിലായിട്ട് ഇത് കണക്റ്റ് ആവുന്നതാണ്. മാക്സിമം 2 മിനിറ്റാണ്. സാധാരണ ഒരു 15-20 സെക്കൻഡ് ആകുമ്പോഴേക്കും കണക്റ്റ് ആവലുണ്ട്. ഏകദേശം നമ്മൾ പ്രിൻ്റർ കണക്റ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. മുകളിൽ കാണുന്ന ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പ്രിൻ്റർ താഴെ കാണാൻ സാധിക്കും. പ്രിൻ്ററിൻ്റെ കനോൺ TS300 സീരീസ് എന്നോട് കാണിക്കുന്നുണ്ട്. അതായത് പ്രിൻ്റർ കണക്റ്റഡ് ആണ് എന്നുള്ള അർത്ഥം. ഈ ഒരു പ്രിൻ്ററിൽ നമുക്ക് പ്രിൻറ്റിങ് മാത്രം ഓപ്ഷനേ ഉള്ളൂ, സ്കാനിങ് ഇല്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡോക്യുമെൻ്റ് പ്രിൻറ്റ്, ഫോട്ടോ പ്രിൻ്റ് ഉണ്ട് ഓപ്ഷന്. അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഡോക്യുമെൻ്റ് പ്രിൻ്റ് പറഞ്ഞാൽ നിങ്ങളുടെ ഫോണിലുള്ള PDF ഫയലുകൾ കാണിക്കും. ഫോട്ടോ പ്രിൻ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലുള്ള സകല ഫോട്ടോസും ഇവിടെ ഷോ ചെയ്യുന്നതാണ്. അതാണ് ഫോട്ടോ പ്രിൻ്റ് എന്നുള്ളത്. അപ്പോൾ ഞാൻ അതിലേതൊന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഗ്യാലറിയിലുള്ള എല്ലാ ഡോക്യുമെൻറ്റും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ഞാൻ ഫസ്റ്റ് കാണുന്ന ഈ ഒരു ഫയൽ ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്തു. എന്നിട്ട് നെക്സ്റ്റ് എന്നുള്ളത് കൊടുത്തു. ഇവിടെ ശ്രദ്ധിക്കാനുള്ള മൊബൈലിൽ നിന്നും നിങ്ങൾ എവറി ടൈം മൊബൈലിൽ നിന്നും പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ പ്രിൻറ്റ് സെറ്റിങ്സിൽ മസ്റ്റായിട്ട് പോകണം. കാരണം കമ്പ്യൂട്ടർ പോലെ ഡിഫോൾട്ട് ആയിരിക്കില്ല സെറ്റിങ്സ് എല്ലാ സമയത്തും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പേപ്പർ സൈസ് എന്നുള്ളത് ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്. നോർമലി A4 ആണ്. A4 സെലക്ട് ചെയ്യുക. അതിൽ താഴെ കണ്ടില്ല മീഡിയ ടൈപ്പ് എന്നുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഏത് ടൈപ്പ് മീഡിയ ആണ്, അതായത് ഏത് ടൈപ്പ് പേപ്പറാണ് അവിടെ ട്രയൽ വെച്ചിട്ടുള്ളത് എന്നാണ് ഇവിടെ പറയേണ്ടത്. അപ്പോൾ നോർമൽ കേസിൽ ഈ ഫോട്ടോ പേപ്പർ പ്ലസ് ഗ്ലോസി എന്നുള്ള ഇതായിരിക്കും ഉണ്ടാവുക. നമ്മൾ ട്രയൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, പ്ലെയിൻ പേപ്പർ ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ആ പ്ലെയിൻ പേപ്പർ എന്നുള്ള സെലക്ട് ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്കും വേസ്റ്റ് ആവും, പേപ്പർ ചിലപ്പോൾ ജാം ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ബാക്ക് അടിക്കുന്ന സമയത്ത് ഇതേപോലെ മെസ്സേജ് ടിക്ക് ചെയ്താണ് നോന്ന് കൊടുത്തുകൊണ്ട് താഴെ കാണുന്ന പ്രിൻറ്റ് കൊടുക്കുക. അതോടുകൂടി പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പ്രിൻറ്റ് സെറ്റിങ്സിൽ പോയിട്ട് മീഡിയ ടൈപ്പ് ഏതാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്കും വേസ്റ്റ് ആവും, പേപ്പർ കൊടുക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ നിങ്ങൾ ഫോട്ടോ പേപ്പറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മീഡിയ ടൈപ്പിൻ്റെ അവിടെ പോയിട്ട് പ്ലെയിൻ പേപ്പർ മാറ്റി ഫോട്ടോ പേപ്പർ പ്ലസ് ഗ്ലോസി സെക്കൻഡ് എന്നുള്ളത് സെലക്ട് ചെയ്യൽ നിർബന്ധമാണ്. ഞാനിപ്പോൾ പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം പ്രിൻറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഞാനത് നിങ്ങൾക്ക് അതിൻ്റെ മൊബൈലിൻ്റെ ക്യാമറ ഓൺ ആക്കിയാണ്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിതുവരെ ചെയ്ത പ്രോസസ് എല്ലാം കംപ്ലീറ്റഡ് ആണ്. പ്രിൻറ്റ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്യുക.
താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.